ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരല്പം പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചേട്ടൻ ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ ഫോൺ നമ്പർ പേഴ്സണലായിട്ട് ചോദിച്ചു. അങ്ങനെ പുള്ളിയുടെ ഒരു ക്യൂരിയോസിറ്റി, ഒരു പാഷൻ കണ്ടിട്ട് ഞാൻ നമ്പർ ഷെയർ ചെയ്തു. പുള്ളി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉപയോഗിക്കുന്ന ഇമേജുകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നമ്മുടെ വീഡിയോ പോസ്റ്റുകൾ ഇടുന്ന സമയത്ത് ഇടുന്ന തമ്പിനകത്തൊക്കെ ഈ കാണുന്ന ഒരു സർക്കിൾ ഡോട്ട് ഷേപ്പ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എഫക്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, പുള്ളിക്ക് അറൗണ്ട് 22 വർഷത്തെ ഗ്രാഫിക് ഡിസൈനിങ് എക്സ്പീരിയൻസ് ഉണ്ട്. മലപ്പുറത്ത് നിന്നാണ് വിളിച്ചത്. മലപ്പുറത്തൊരു ഡിജിറ്റൽ പ്രസ്സിൽ വർക്ക് ചെയ്യുകയാണ് ഗ്രാഫിക് ഡിസൈനറായിട്ട്. പക്ഷേ പുള്ളിക്ക് ഫോട്ടോഷോപ്പിൽ ഈ ഒരു എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ വളരെ ഇഷ്ടമുള്ളൊരു എഫക്റ്റാണ്. ഞാൻ ഒരുപാട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു, പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ കിട്ടിയില്ല. ഒക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് ഇന്നലെ എന്നെ വിളിച്ചു. അപ്പോൾ ആക്ച്വലി ഞാനിതൊരു കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നൊരു എഫക്റ്റാണ്. എന്നെ കാട്ടി വളരെ സീനിയറായിട്ടുള്ളൊരു ചേട്ടനായിരുന്നു. അപ്പോൾ പുള്ളി അത് ചോദിച്ചപ്പോൾ എനിക്ക് ഒരു പ്രത്യേക സന്തോഷം തോന്നി. യഥാർത്ഥത്തിൽ നമ്മൾ ഫോട്ടോഷോപ്പിലുള്ള ട്യൂട്ടോറിയൽസ് ഒന്നും നമ്മുടെ ഈ ചാനലിലൂടെ ഇടുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടോ ആ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് പുള്ളിക്ക് വേണ്ടിയും അതിനോടൊപ്പം തന്നെ ഇത് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കുണ്ടെങ്കിൽ അവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണിത്. ശ്രീകുമാർ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. അപ്പോൾ ഈ വീഡിയോ 100% പുള്ളിക്കാരന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. പ്ലസ് ഇത് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ഗ്രാഫിക് ഡിസൈനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കായിട്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഈ ഡോട്ടഡ് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ചില സ്പ്ലാഷി ആയിട്ടുള്ള ചില ബ്രാൻഡുകളുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡോട്ടഡ് എഫക്ട്സ് ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. എനിക്ക് തോന്നുന്നു മഞ്ചിൻ്റെ ആഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പെർക്കിൻ്റെ ചില ബ്രാൻഡുകളുടെ ഡിസൈൻസുകൾ, ആഡ് ഡിസൈൻസുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ നമ്മുടെ ഫാൻഡ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ആ സ്റ്റൈലിലൊക്കെ ഈ ഒരു ഡോട്ടഡ് എഫക്ട്സ് ഒരുപാട് പണ്ട് മുതൽ ഉപയോഗിച്ച് വരുന്നു. ഞാനും ഇതൊരു വർഷങ്ങളായിട്ട്, ഒരു 10 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ച് വരുന്നൊരു എഫക്റ്റാണ്. എനിക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്ടമുള്ളൊരു എഫക്റ്റാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ശ്രീകുമാർ ചേട്ടന് വേണ്ടിയിട്ടും മറ്റെല്ലാ ഗ്രാഫിക് ഡിസൈനേഴ്സിന് വേണ്ടിയിട്ട് ഈ എഫക്റ്റ് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നുള്ള ട്യൂട്ടോറിയലാണ് നമ്മളിന്ന് നോക്കുന്നത്. അത് നിങ്ങളുടെ ഒരുപാട് ഡിസൈൻസുകളിൽ ഒരുപാട് രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പല സ്റ്റൈലുകളിൽ നമുക്ക് നമ്മുടെ ഡിസൈനിന് ഒരുപാട് ബ്രൈറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയും വളരെ സ്പ്ലാഷി ആയിട്ട് എടുക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള വളരെ ക്വിക്കായിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോട്ടോഷോപ്പിൽ വന്ന് നിങ്ങളുടെ ക്യാൻവാസ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ വന്നിട്ടൊരു 19201080 ഒരു ക്യാൻവാസ് ഫയൽ RGB മോഡിൽ ഓപ്പൺ ചെയ്യുകയാണ്. ആ ക്യാൻവാസിലായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഉണ്ടാക്കാൻ പോകുന്ന ഷേപ്പിന് വേണ്ടി ആദ്യം നിങ്ങളൊരു ലെയർ ഉണ്ടാക്കുക. Ctrl+Shift+N അറിയാമല്ലോ, ഒരു ലെയർ ഉണ്ടാക്കുന്ന ഷോർട്ട് കട്ട് എല്ലാവർക്കും അറിയായിരിക്കണം. Ctrl+Shift+N എടുക്കുന്നു. ഞാൻ ചുമ്മാ ഡോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം Q എന്ന കീബോർഡ്, അതിൻ്റെ ക്വിക്ക് മാസ്ക് എന്നാണ് അതിൻ്റെ ഫോം, അതിൻ്റെ ഷോർട്ട് കട്ടാണ് Q എന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലെയർ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു റെഡ് കളറിൽ കാണുന്നതാണ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് വേണ്ടുന്ന ഷേപ്പ് നിങ്ങൾക്കിവിടെ വരയ്ക്കാം. അതല്ലെങ്കിൽ ബ്രഷ് എടുത്ത് വെച്ചിട്ട് ഡയറക്റ്റ് ഇൻപുട്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഞാനൊരു ബ്രഷ് എടുത്തതിന് ശേഷം ആ ബ്രഷിൻ്റെ സൈസ് ചെറുതാക്കി ഞാനൊരു ഷേപ്പ് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ബ്രഷ് വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്തതേ ഉള്ളൂ. അതല്ല, നിങ്ങൾക്കിനി മറ്റെന്തെങ്കിലും ടൈപ്പ് ഷേപ്പ് വേണമെങ്കിൽ, ഈ ബ്രഷ് വെച്ച് വരയ്ക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് വെച്ച് തന്നെ ഇങ്ങനെ വരച്ചുണ്ടാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻ ടൂൾ എടുത്ത് വെച്ച് ഷേപ്പ് വരച്ചെടുക്കാം. അത് നമുക്ക് ബ്രഷ് വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതുപോലൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫിൽറ്ററിൽ പോയിട്ട് അവിടെ പിക്സലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പിക്സലേറ്റ്. ഓക്കെ, പിക്സലേറ്റ് കളർ ഹാഫ് ടോൺ എന്ന് പറയുന്നതാണ് ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. കളർ ഹാഫ് ടോൺ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എഫക്റ്റാണ്. പക്ഷേ പല ഡിസൈനേഴ്സും എനിക്ക് തോന്നുന്നു അത് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കണം അതിനൊരു സംശയം വന്നിട്ടുള്ളത്. എനിവേ, ഈ കളർ ഹാഫ് ടോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫിൽറ്റർ വരും. ഇവിടെ നിങ്ങൾ ചാനൽ, ഇവിടെ ചിലപ്പോൾ നിങ്ങളിൽ ചില നമ്പേഴ്സ് ഇറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചാനൽ 1 0 ആക്കുക, 2 0 ആക്കുക, 3 0 ആക്കുക, 4 0 ആക്കുക. ഇത് 4 നിങ്ങൾ 0 ആക്കിയതിന് ശേഷം ഇതിൻ്റെ റേഡിയസ് ആണ് ആ ബബിൾസുകളുടെ വലുപ്പം തീരുമാനിക്കുന്നത്. അത് ചെറുതാണെങ്കിൽ കുറച്ച് കൊടുക്കുക, കൂട്ടണമെങ്കിൽ കുറച്ച് വലുതാക്കി കൊടുക്കുക. ഞാനൊരു 25 ഇട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ആ എഫക്റ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നിങ്ങൾക്കുണ്ടായ ബ്ലർ ഏരിയയിൽ ആ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പം വലിയ ബൗൾസായിട്ട് തോന്നുമെങ്കിൽ അൺഡു ചെയ്യുക. ദെൻ അഗൈൻ ഫിൽറ്ററിൽ വന്നിട്ട് പിക്സലേറ്റിൽ കളർ ഹാഫ് ടോൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ കുറച്ചും കൂടെ ചെറുതായി കൊടുക്കുന്നു, ഒരു 15 കൊടുക്കുന്നു. 15 കൊടുത്തിട്ട് ഓക്കെ അടിച്ചാൽ അത് കുറച്ച് ചെറിയ എഫക്റ്റായി. ഓക്കെ, ദെൻ വീണ്ടും നിങ്ങൾ Q പ്രസ് ചെയ്യുക. അപ്പോൾ ആ ക്വിക്ക് മാസ്ക് മോഡ് ഇവിടെ നിന്ന് മാറി
നമ്മൾ നോർമൽ മോഡിലേക്ക് വരും. അപ്പോൾ ഒരു സെലക്ഷൻ, ആ ഉണ്ടാക്കിയ ഷേപ്പ്, ആ ഡോട്ട്സിൻ്റെ ഒരു സെലക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ആ സെലക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പുറത്തോട്ടായിരിക്കും സെലക്ഷൻ വരുന്നത്. സോ നിങ്ങൾ Ctrl+Shift+I ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഇൻവേഴ്സ് ആയി, അപ്പോൾ അകത്തേക്കായി ആ സെലക്ഷൻ. ഒന്നുമില്ല, നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടായ സെലക്ഷന് നിങ്ങൾ ഇൻവേഴ്സ് ചെയ്ത് കറക്റ്റ് ഇൻസൈഡ് സെലക്ഷൻ ആക്കി, അത്രേ ഉള്ളൂ. ദെൻ നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ട കളർ ഇവിടെ വരിക, ഏത് കളറാണോ ചൂസ് ചെയ്യുക, Alt+Backspace ഫില്ല് ചെയ്യുന്നു, Ctrl+D സെലക്ഷൻ മാറ്റുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലേക്ക് ആ ഡോട്ടഡ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, വളരെ സിമ്പിളായിട്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ബ്രഷ് വെച്ചാണ് ചെയ്തത്. അതുപോലെ നമുക്കൊരു ലെയർ വെച്ചിട്ട് എങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ഞാൻ വീണ്ടും ഒരു പുതിയ ലെയർ ഉണ്ടാക്കുന്നു. അതിനെ ഞാൻ ക്വിക്ക് മാസ്ക് ചെയ്യുന്നു, ക്യൂ ക്രോസ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു പെൻ ടൂൾ എടുത്ത് വെച്ചിട്ട് എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഷേപ്പിൽ ഇങ്ങനെ വേണമെന്നിരിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള, നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ വരയ്ക്കുക. ദെൻ അതിലേക്ക് ചുമ്മാ ഞാനൊരു ബ്ലാക്ക് ഫില്ല് ചെയ്യുന്നു. ദെൻ ആ സെലക്ഷൻ മാറ്റിയതിന് ശേഷം അതിൻ്റെ ആ ഫെദർ കിട്ടാൻ വേണ്ടിയിട്ട് ഫിൽറ്ററിൽ പോയിട്ട് ഞാൻ ബ്ലർ എടുത്ത് ഗേഷൻ ബ്ലർ അപ്ലൈ ചെയ്ത് എനിക്ക് വേണ്ടുന്ന അത്രയും ഒരു ഫെയ്ഡ് ക്രിയേറ്റ് ചെയ്യും. കണ്ടോ, ഇങ്ങനെ നമുക്ക് എന്തുമാത്രം ഫെയ്ഡ് വേണോ അത്രത്തോളം ഫെയ്ഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. ഫിൽറ്ററിൽ വന്ന് നേരത്തെ ചെയ്ത പോലെ പിക്സലേറ്റ് കളർ ഹാഫ് ടോൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ബബിളിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആക്കാം. കൊടുത്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ഷേപ്പിലേക്ക് അത് വന്നു. വീണ്ടും ഞാൻ ക്യൂ അടിക്കുന്നു, സെലക്ഷൻ പുറത്ത് വരുന്നു. നിങ്ങൾക്ക് കാണാം സെലക്ഷൻ ഇവിടെ ഔട്ട് സൈഡ് സെലക്ഷനാണ് വരുന്നത്. Ctrl+Shift+I അടിക്കുന്നു, സെലക്ഷൻ അകത്തേക്കാക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ള കളർ ഞാൻ Alt+Backspace അടിച്ചാൽ കളർ ഫില്ല് ചെയ്യുന്നു, സെലക്ഷൻ മാറ്റുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചില ലോഗോസുകൾ, ചില ചില പ്രോഡക്റ്റുകളുടെയൊക്കെ പാക്കേജ് ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടൈപ്പോഗ്രാഫിയുടെ ബാക്കിലൊക്കെ ഈ കളർ ഹാഫ് ടോൺ എഫക്റ്റ് വളരെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു എഫക്റ്റാണ്. ഇത് ഷേപ്പുകൾക്ക് മാത്രമല്ല ടെക്സ്റ്റുകൾക്കാണ് ഇപ്പോൾ വേണ്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്കൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്ത് ക്വിക്ക് മാസ്ക് ആക്കി ടെക്സ്റ്റ് ടൂൾ എടുത്ത് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലൊരു സെലക്ഷൻ കാണും. ഞാൻ Ctrl+D അടിച്ച് സെലക്ഷൻ മാറ്റുന്നു. വീണ്ടും ഞാൻ അതിൻ്റെ സൈഡിലേക്ക് പോകാൻ ഒരു ഫെയ്ഡ് കിട്ടാൻ വേണ്ടി ബ്ലർ എടുത്ത് കുറച്ചൊന്ന് അതിനൊന്ന് ബ്ലർ ചെയ്ത് വിടുന്നു, ഓക്കെ അടിക്കുന്നു. വീണ്ടും ഞാൻ പോകുന്നു, നമ്മൾ നേരത്തെ ചെയ്ത പോലെ പിക്സലേറ്റിലെ കളർ ഹാഫ് ടോൺ അടിച്ചിട്ട് ബബിൾസുകൾ സെലക്ട് ചെയ്യുന്നു, ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ആ ടെക്സ്റ്റും അതുപോലെ മാറും. ഇതിപ്പോൾ വലിയ ഇതായിട്ട് തോന്നുന്നു, അൺഡു ചെയ്യുന്നു, വീണ്ടും പിക്സലേറ്റ് എടുക്കുന്നു, കളർ ഹാഫ് ടോൺ എടുക്കുന്നു. ഞാൻ ഇവിടെ ഒരു 5 ആക്കി കൊടുക്കുന്നു, ഓക്കെ അടിക്കുന്നു, ചെറിയ ബബിൾസ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് ടെക്സ്റ്റുകൾക്കും ഷേപ്പുകൾക്കും എല്ലാം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ചെയ്തതിന് ശേഷം ക്യൂ അടിച്ച് പുറത്ത് വന്ന് Ctrl+Shift+I അടിച്ചു, കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. നല്ലൊരു എഫക്റ്റാണ്. ഞാൻ വർഷങ്ങളായിട്ട് കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റ് ആയതുകൊണ്ടും പെട്ടെന്നൊരു ക്വിക്കായ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ബാനറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ 2 ബബിൾസ് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഒരു ടെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ കാഴ്ചക്കാരന് പെട്ടെന്നൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവും. അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു എഫക്റ്റാണ് കളർ ഹാഫ് ടോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. എനിവേ, ഇതിനെക്കുറിച്ചൊരു റിക്വയർമെൻറ്റ് വന്നതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഫോട്ടോഷോപ്പ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് ഒന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള എഫക്റ്റുകളോ ഫോട്ടോഷോപ്പിലോ ഇല്ലസ്ട്രേറ്ററിലോ അഡോബ് എക്സ്ഡിയിലോ ഇതുപോലുള്ള ഗ്രാഫിക് സോഫ്റ്റ്വെയറുകളിൽ, ഓക്കെ, മൂവിങ് സോഫ്റ്റ്വെയർ അല്ല, ഐ മീൻ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുന്നത് 3D സോഫ്റ്റ്വെയർ അതുപോലുള്ള കാര്യങ്ങളല്ല, നമ്മുടെ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സിലുള്ള UI ഡിസൈനിലും UX ഡിസൈനിലുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ വീഡിയോസിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതല്ല uxuimania എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എന്നോട് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാലും ഞാൻ മാക്സിമം അതിന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇതുപോലുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോ നിങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് അയയ്ക്കുക. നമുക്കതുപോലുള്ള മാക്സിമം വീഡിയോസുകൾ നമ്മുടെ പരിമിതികളിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എനിവേസ് ഡിസൈനേഴ്സ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ മറ്റ് ഡിസൈനേഴ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, എനിവേ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.